അർജന്റീന എന്ന പേര് കേൾക്കുമ്പോൾ ഇന്ന് ഓരോ ആൽബി സെലസ്റ്റുകൾക്കും വലിയ ആവേശമാണ്. കാരണം നിർഭാഗ്യം വലിഞ്ഞു മുറുകിയ കാലഘട്ടത്തെ വകഞ്ഞു മാറ്റി മുന്നേറുന്ന അർജന്റീന എന്ന ടീം എന്നത് എതിരാളികളുടെ പേടി സ്വപ്നമാണ്. ലിയണൽ ആൻഡ്രസ് മെസ്സി എന്ന അതികായകന്റെ മികവിൽ ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണി എന്ന ചാണക്യന്റെ തന്ത്രങ്ങളിൽ കോപ്പയും ഫൈനലിസ്മയും വേൾഡ് കപ്പും ചൂടി ഇന്റർനാഷണൽ ഫുട്ബോളിലെ നിലവിലെ രാജാക്കന്മാർ. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു യോഗ്യതാ മത്സരത്തിന് വേണ്ടി അർജന്റീന ബൂട്ട് കെട്ടുമ്പോൾ അവർക്ക് മുമ്പിലെ കടമ്പകൾ ഏറെയായിരുന്നു. സൂപ്പർ താരം ലിയോയുടെ പരിക്കും അതുപോലെ മറ്റു സുപ്രധാന താരങ്ങളുടെ അസാന്നിധ്യവുമെല്ലാം അർജന്റീനയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. കൂടാതെ ഏറ്റുമുട്ടാൻ പോകുന്ന എതിരാളികൾ അത്ര നിസ്സാരക്കാരായി എഴുതിത്തള്ളാൻ പറ്റുന്നവരല്ല. കാരണം അത് ബിയേൽസയുടെ ഉറൂഗിയാണ്. എന്നിരുന്നാലും ആത്മവിശ്വാസം മുറുകെ പിടിച്ച് എമിലിയാനോ മാർട്ടിനസിൽ തുടങ്ങി ഹൂലിയൻ അൽവാരസിലെത്തി നിൽക്കുന്ന സ്ക്വാഡുമായി അർജന്റീന കളത്തിലിറങ്ങി. പതിയെ തുടക്കം കുറിച്ച മത്സരത്തിന്റെ ഒടുക്കം മുതലേ ബോൾ പൊസിഷൻ നിലനിർത്താൻ ഉറൂഗി ശ്രമിച്ചപ്പോൾ അർജന്റീന അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. കളിയുടെ 32-ാം മിനിറ്റിൽ ഒരു ഗോൾ നേടിയെന്ന് വിചാരിച്ച നിമിഷം ഉറൂഗിയുടെ 10-ാം നമ്പർ ജേഴ്സിയുടെ ഉടമ ഒരു ലോങ് റേഞ്ച് ഷോട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയാണ് നിലവിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് അതിനെ കൃത്യമായി സേവ് ചെയ്യുന്നത്. മറുഭാഗത്ത് ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ അർജന്റീനയ്ക്ക് ഗോൾ കണ്ടെത്താൻ അവസരം ലഭിച്ചെങ്കിലും സിമിയോണിയുടെ ഷോട്ടിനെ ഉറുഗ്വൻ ഗോൾ കീപ്പർ തട്ടിയകറ്റി. കളിയുടെ 44-ാം മിനിറ്റിൽ അർജന്റീനൻ താരങ്ങളും ഉറുഗ്വൻ താരങ്ങളും മൈതാനത്ത് ചെറിയ വാക്ക് തർക്കങ്ങളാൽ കലാശിക്കുന്ന നിമിഷങ്ങൾ. ഒടുവിൽ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമിൻ്റെയും സ്കോർ ബോർഡ് ശൂന്യത നിറഞ്ഞതായിരുന്നു. അത്ര മികച്ചതല്ലാത്ത ആദ്യ പകുതിക്ക് ശേഷം ഇരു ടീമും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യ പകുതി പന്തടക്കത്തിലും കളിയിലും ആധിപത്യം ചൊല്ലിയെത്തിയത് ഉറുഗ്വയാണെങ്കിലും രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ അർജന്റീന കളിയെ പതിയെ അവരുടെ പരിധിയിലാക്കാൻ തുടങ്ങിയിരുന്നു. ഒടുക്കം ഒരു മികച്ച അവസരം അർജന്റീൻ ടീമിന് ലഭിച്ചെങ്കിലും അവർക്കത് കളഞ്ഞു മുടിക്കാനേ സാധിച്ചിട്ടുള്ളൂ. തൊട്ടടുത്ത നിമിഷം ഉറുഗ്വ ഗോളടിച്ചു എന്ന് ഉറപ്പിച്ച നിമിഷം അവരുടെ ഘാതകനായി എമിലിയാനോ മാർട്ടിനസ് വീണ്ടും അവതരിക്കുന്നു. എന്തു പറയാനാണ്, അയാൾ ആ ടീമിൻ്റെ രക്ഷകനായി പോയില്ലേ. അയാളെ മറികടക്കാൻ ഉറുഗ്വൻ താരങ്ങൾ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. ഒടുവിൽ അർജന്റീനൻ ആരാധകർ കാത്തിരുന്ന നിമിഷം വന്നെത്തി. മത്സരത്തിൻ്റെ 68-ാം മിനിറ്റ് ഇടതുവിങ്ങിലൂടെ അൽവാരസ് പന്തുമായി മുന്നേറുന്നു. അൽവാരസ് പന്തിന് നേരെ തിയാഗോ അൽമാഡ എന്ന 23-കാലിലേക്ക് വെച്ച് നീട്ടി. ഒരു നിമിഷം ബോളിനെ തിട്ടപ്പെടുത്തി അൽമാഡയുടെ ഒരു കിടിലൻ ലോങ് റേഞ്ചർ ഉറുഗ്വയുടെ പോസ്റ്റിലേക്ക്. വാട്ട് എ ഗോൾ! അർജന്റീനയ്ക്ക് വേണ്ടി നിർണായക സമയത്ത് അൽമാഡ എന്ന പുതിയ താരോദയം ഉദിച്ചു വന്നിരിക്കുന്നു. വെറും 6 മത്സരങ്ങൾ മാത്രമേ അർജന്റീനയുടെ സീനിയർ ടീമിന് വേണ്ടി കളിക്കാൻ ലഭിച്ചിട്ടുള്ളെങ്കിലും അതിൽ ഒരു ഗോൾ കണ്ടെത്തിയ അൽമാഡ ഇന്നിതാ സമ്മർദ്ദഘട്ടത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി തൻ്റെ 2ാം ഗോളും നേടിയിരിക്കുന്നു. പിന്നീട് ചില മാറ്റങ്ങൾ ലിയണൽ സെബാസ്റ്റ്യൻ സ്കലോണി ഗ്രൗണ്ടിൽ നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്താകട്ടെ ഉറുഗ്വ അർജന്റീനയ്ക്കെതിരെ ഗോൾ തിരിച്ചടിക്കാനുള്ള തിരക്കിലാണ്. നല്ല രീതിയിൽ ഉറുഗ്വൻ താരങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അർജന്റീനയുടെ ഡിഫൻസിനെയും ഗോൾ കീപ്പറെയും മറികടക്കാൻ അവർക്ക് സാധിക്കാതെ വന്നു. അർജന്റീനയുടെ അത്ഭുതകരമായ 2ാം പകുതിയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മധ്യനിരയിൽ അലക്സിസ് മാക്കലിസ്റ്റർ വാൽവെർഡയെ പൂർണ്ണമായും നിഷ്ഫലമാക്കി. ക്രിസ്റ്റ്യൻ റൊമേറോ പ്രതിരോധത്തിൽ പതിവ് പോലെ പാറ പോലെ ഉറച്ചു നിന്നു. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ടാഗ്ലിയാഫിക്കോ സൈലന്റ് കില്ലറായി നിലകൊണ്ടു. അൽമാഡയും അൽവാരസും മുന്നേറ്റത്തിൽ തകർത്താടി. ഒടുവിൽ കളിയുടെ അവസാന വിസിൽ റഫറി വിളിക്കുമ്പോൾ ഉറുഗ്വയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന 2026 ലോകകപ്പിന്റെ പടിവാതിലിക്കലെത്തി. ഇനി അടുത്ത മത്സരം കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്രസീൽ വേഴ്സസ് അർജന്റീന ക്ലാസിക് പോരാട്ടമാണ്. അവിടെ ആര് വീഴും ആര് വാഴുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.